അയ്യുഹൽ ഇഖ്വ, സുഹൃത്തുക്കളെ, ഈ ചോദ്യോത്തര സെഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ചോദിച്ചത് ഈ എം അക്ബറിൻ്റെ ഒരു വീഡിയോ അങ്കമാലിയിൽ സ്നേഹസംവാദത്തിൻ്റെ ഒരു വേദിയിൽ അലി എന്ന് പറയുന്നൊരു സുഹൃത്ത് എം അക്ബറിനോട് എൻ്റെ പേരുന്നയിച്ചുകൊണ്ട് ചോദ്യം. ഈ അനന്തരാവകാശത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഉന്നയിക്കുന്നു, അതിന് ഇതുവരെ എന്താണ് എൻ്റെ മറുപടി എന്നാണ് അക്ബറിനോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ അക്ബറിൻ്റെ മറുപടി ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ കേട്ടല്ലോ. നമ്മളതിനെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുക. ഒന്ന്, ആ അലി എന്ന് പറയുന്ന ആ സുഹൃത്ത് ചോദിക്കുന്നത് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ചോദിക്കുന്നത്. സ്വത്തവകാശവും അനന്തരാവകാശവും രണ്ടാട്ടോ. അദ്ദേഹം ഉദ്ദേശിച്ചത് അനന്തരാവകാശ സ്വത്ത് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ധാരണ ഞാൻ തിരുത്താണ്. സ്വത്തവകാശം അനന്തരാവകാശവും രണ്ടാണ്. സ്വത്തവകാശം എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഇടപാട് നടത്തുമ്പോൾ ഒരു സ്ത്രീ ഒരു സാധനം വിറ്റാലും പുരുഷൻ വിറ്റാലും, ഒരു സ്ത്രീ വാങ്ങിയാലും പുരുഷൻ വാങ്ങിയാലും ഒരേ രീതിയിൽ തന്നെയാണ് ഇടപാട് നടക്കുന്നത്. അതേമാതിരി ഒരു അധ്യാപകൻ ജോലി ചെയ്താലും ഒരു അധ്യാപിക ജോലി ചെയ്താലും ഒരേ രീതിയിലാണ് വേതനമുള്ളത്. അപ്പം സ്വത്ത് സ്ത്രീയുടെ സ്വത്തായാലും പുരുഷന്റെ സ്വത്തായാലും അവിടെ തുല്യതക്ക് ഒരു ഭംഗവും വന്നതായി നമുക്ക് അനുഭവമില്ല. നമ്മൾക്ക് ചർച്ച അനന്തരാവകാശമാണ്. ആ അനന്തരാവകാശവും ആ സുഹൃത്തുയുടെ ചോദ്യവും അനന്തരാവകാശം തന്നെയാണ് കേട്ടോ. ഞാൻ അയാളെ തിരുത്തിയല്ല. അയാൾ സ്വത്തവകാശം എന്ന് പറഞ്ഞാലും അയാൾ ഉദ്ദേശിച്ചത് അനന്തരാവകാശം തന്നെയാണ്. അത് അക്ബറിന് തിരിഞ്ഞുകൊണ്ടാണ് അക്ബർ അതിന് മറുപടി പറയുന്നത്. അനന്തരാവകാശത്തെക്കുറിച്ച് എന്താണ് ഞാൻ ഉന്നയിച്ച ചോദ്യം? അത് ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടില്ല. അക്ബർ മറുപടി പറയുമ്പോൾ അത് എന്താണെന്ന് വിശദീകരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ച ചോദ്യം, ഖുർആനിൽ നിന്നുകൊണ്ട് അനന്തര സ്വത്തിന്റെ ആയത്തനുസരിച്ച് വീതം വെക്കാൻ കഴിയുന്നില്ല, ഓരി വെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു സ്ത്രീ മരിച്ചു, അവകാശികളായിട്ട് ആ സ്ത്രീയുടെ ഭർത്താവ്, ഏക മകള്, മാതാവ്, പിതാവ്, 4 ആള്. ഒരു സ്ത്രീ മരിച്ചു, അവകാശികൾ മകൾ, ഉമ്മ, ബാപ്പ, ഭർത്താവ്, ഇങ്ങനെ 4 പേരാണ്. 4 പേർക്കും ഖുർആൻ നിശ്ചിത വിഹിതം പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന് 1/4 എന്ന് പറഞ്ഞിട്ടുണ്ട്, മകൾക്ക് നിസ്ഫ് 1/2 എന്ന് പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾക്ക് 1/6 വീതം എന്ന് പറഞ്ഞിട്ടുണ്ട്. 12,000 രൂപയുണ്ടെങ്കിൽ ആ 12,000 രൂപയുടെ പകുതി മകൾക്ക്, ആ 12,000 രൂപയുടെ 1/4 ഭർത്താവിന്, ആ 12,000 രൂപയുടെ 1/6 വീതം മാതാപിതാക്കൾക്ക്. ഇത് അള്ള പറഞ്ഞ കണക്കാണ്. അള്ള തന്നെ പറഞ്ഞു, തിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ള വെച്ച നിർണിതമായ ഓഹരിയാണ്, അതിർവരമ്പാണ്. വേറെ സ്ഥലത്ത് ഈ അനന്തര സ്വത്ത് പറഞ്ഞത് യുബയ്യിനുല്ലാഹു ലക്കും അൻ തദില്ലു, നിങ്ങൾ പിഴച്ചു പോവാണ്ടിരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ച് തരികയാണ്. ഫരീളത്തൻ മിൻ അല്ലാഹ് എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഓഹരി ക്രമമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അള്ള ഖുർആനിൽ പറഞ്ഞതുപോലെ ഓഹരി വെക്കാനാണ് അള്ള പറയുന്നത്. നമുക്ക് അറിയാഞ്ഞിട്ട് അള്ള പറഞ്ഞെന്നതുമാണ്. ഈ അള്ള പറഞ്ഞ ക്രമം അനുസരിച്ച് ഈ 4 ആൾക്ക് സ്വത്ത് വെക്കാൻ കഴിയുന്നില്ല. ഒരു സ്ത്രീ മരിച്ചു, 12 ലക്ഷം ഉണ്ട്. ആരൊക്കെ അവകാശികൾ? മകള്, മാതാവ്, പിതാവ്, ഭർത്താവ്. മകൾക്ക് എത്ര കൊടുക്കണം? പകുതി. ഭർത്താവിന് എത്ര കൊടുക്കണം? 1/4. മാതാപിതാക്കൾക്കോ 1/6 വീതം. ഇത് ഓഹരി വെച്ചാൽ 13 ലക്ഷം വേണം. അള്ള പറഞ്ഞ പ്രകാരം വെച്ചാൽ ഒന്നിരിക്കെ സ്വത്ത് തികയാതെ വരും, ചില സന്ദർഭങ്ങളിൽ ബാക്കിയും വരും. ഇതിനെന്താ പരിഹാരം? അള്ള പറഞ്ഞ മാതിരി ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ അതൊരു മോഡൽ പറഞ്ഞതാണ്. എന്താ ഈ മോഡൽ എന്ന് പറഞ്ഞാല് ഇതിന്റെ വിശദീകരമായി വന്ന ഹദീസിൽ ഇതിന് ഉത്തരമുണ്ടോ? ഹദീസിൽ ഇതിന് ഉത്തരമുണ്ടെങ്കിൽ പറഞ്ഞേരി. എന്താണ് ഹദീസിൽ ഇതിന് പറഞ്ഞ ഉത്തരം? ഹദീസിൽ എന്താണ് ഇതിന് പറഞ്ഞ ഉത്തരം? ഖുർആനിനെതിരെ ഒരു ഹദീസ് വരാൻ പാടുണ്ടോ? ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് ഖുർആനിൽ ഒരു കാര്യം കൃത്യമായി പറഞ്ഞാൽ പിന്നെ അതിന് എതിരെ ഒരു ഹദീസ് വന്നാൽ സ്വീകരിക്കില്ല. അതാണ് എൻ്റെ ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിലുള്ളത്. അപ്പോ
അദ്ദേഹം ആ ഒരു മോഡൽ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പറഞ്ഞു. എന്താണ് ആ മോഡൽ? അത് പറഞ്ഞു. എന്താണ് മോഡൽ? പറയണല്ലോ. ഖുർആനിൽ പല മോഡലുണ്ട്. ഖുർആനെതിരെ വേറെ മോഡൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഖുർആനിലൊരു മോഡൽ പറഞ്ഞാൽ ആ മോഡൽ തന്നെയാണ് അതിന്റെ നിയമവും. 2, പിന്നെ ഇതിന്റെ അബദ്ധങ്ങൾ ഞാൻ കണ്ടെത്തിയതാണോ? ഈ ഖുർആനിൽ കുറെ ചിലപ്പോൾ സ്വത്ത് ഓഹരി വെച്ചാൽ പറഞ്ഞ മാതിരി ഓരി വെക്കാൻ കഴിയില്ല, ചിലപ്പോൾ ബാക്കി വരും. ഇങ്ങനെ ഈ പറഞ്ഞ തെറ്റ് ആര് കണ്ടെത്തിയത്? ഞാൻ കണ്ടെത്തിയെന്ന് അയാൾ പറഞ്ഞു. ഞാനെന്നല്ല, രണ്ടും കൂട്ടിയ 4 കണ്ടെത്തിയ സാമാന്യ ബുദ്ധിയുള്ള ആരും കണ്ടെത്തിയ സംഗതിയാണിത്. അതായത് ഒരു ഗണിതത്തിൽ സാമാന്യ പേരുള്ളവർക്കൊക്കെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അതിന് എനിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. 2, പിന്നെ അദ്ദേഹം പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന അയ്യൂബ് എന്നൊരാള് പള്ളി ദർസിൽ പഠിച്ച് ഹദീസ് നിഷേധത്തിലൂടെ ഖുർആൻ നിഷേധിയായ ഒരാളാണ് എന്നാണ്. പള്ളി ദർസ് പഠിച്ചു എന്ന് പറയുന്നത് ഒരു കുറ്റമാണോ? എം അക്ബറിന്റെ ആദ്യ ഭാര്യയുടെ പിതാവ് AP അബ്ദുൽ ഖാദർ മൗലവി പള്ളി ദർസ് പഠിച്ച ആളല്ലേ? മുജാഹിദുകളുടെ ആദ്യകാല നേതാക്കന്മാർ ഒക്കെ പള്ളി ദർസ് പഠിച്ചവരായിരുന്നില്ലേ? എന്താ പള്ളി ദർസിന് ഒരു ഇസ്ലാം മത വിരുദ്ധ ആശയം പ്രചരിപ്പിക്കുന്ന സ്ഥലമാണോ ഈ കാണുന്ന പള്ളി ദർസുകൾ പഠിപ്പിക്കുന്നതൊക്കെ? എന്താണ് ഈ അക്ബർ ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല. 2, ഹദീസ് നിഷേധത്തിലൂടെ ഖുർആൻ നിഷേധിയായി എന്നെ പറ്റി പറഞ്ഞത്, അതൊരു ഹദീസ് നിഷേധിയല്ല. ഞാനൊരു ഖുർആൻ ആദ്യം ഞാനൊരു സുന്നിയായിരുന്നു, പിന്നെ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അംഗമായി, പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് നിന്നുമ്പോൾ ഈ ഹദീസ് പഠിക്കേണ്ടി വന്നു. ഹദീസ് പഠിച്ചപ്പോൾ അത് ഖുർആൻ പറഞ്ഞതിന് നേരെ എതിരായിട്ട് കുറെ ഹദീസുകൾ, അങ്ങനെ ഹദീസും തള്ളി. അങ്ങനെ അഹ്ലെ ഖുർആന്റെ ആളായി. കുറെ കഴിഞ്ഞപ്പോൾ ഖുർആനിൽ കുറെ പ്രയാസങ്ങൾ തോന്നിയപ്പോൾ ഖുർആനും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ ജീവിത പദ്ധതി, ജീവിതത്തിന് ഒരു ആധുനിക മനുഷ്യന് ജീവിക്കുവാൻ ഇതുപോലുള്ള ഗ്രന്ഥങ്ങളൊന്നും വേണ്ട എന്നതാണ് എൻ്റെ ഇന്നത്തെ നിലപാട്. ഈ നിലപാട് നാളെ ഒരു പക്ഷെ മാറാം, അതിന് എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ഇന്ന് ഞാനൊരു മാറ്റത്തിന്റെ വഴിയിലാണ്, അന്വേഷണത്തിന്റെ വഴിയിലാണ്. തെറ്റുണ്ടെങ്കിൽ അക്ബറിനെയൊക്കെ ഞാൻ കേൾക്കാൻ തയ്യാറാണ്, പഠിക്കാൻ തയ്യാറാണ്. എനിക്കിത് അക്ബർ പറഞ്ഞു, ഞാനിത് എനിക്കറിയാഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ തയ്യാറാണ്. അക്ബറിനത് അറിഞ്ഞുകൊണ്ട് കപടത കാണിക്കുകയാണെന്നാണ് എന്റെ വാദം. അക്ബർ വലിയ പണ്ഡിതനാണ്, അക്ബറിന് ഈ കാര്യങ്ങൾ അറിയാം. എന്നിട്ട് അക്ബർ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതിന് വ്യാഖ്യാനിക്കുന്നത്. കാരണം അദ്ദേഹം നിലനിൽക്കുന്നത്, ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രൗഢിയും പ്രതാപവും ഒക്കെ ഇസ്ലാം മതം വിറ്റുവാങ്ങിയതാണ് അദ്ദേഹം. ഈ ഇസ്ലാം മത പ്രബോധനങ്ങളിലൂടെ അദ്ദേഹം നേടിയെടുത്തതാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ബിസിനസ്, അദ്ദേഹത്തിന്റെ വരുമാനം, അദ്ദേഹത്തിന്റെ എല്ലാം ഇസ്ലാം മതം വിറ്റിട്ടുണ്ടാക്കിയതാണ്. അപ്പൊ ഇത് പൊളിയാൻ പാടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇത് നിലനിർത്തൽ അനിവാര്യമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനിവാര്യതയുടെ ഭാഗമായാണ് അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാമെന്നാണ് ഞാൻ ധരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ചോദ്യം അയാൾ ഉദ്ധരിച്ചിട്ടില്ല, അയാൾ മറുപടിയും പറഞ്ഞിട്ടില്ല. അയാൾ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതാണ്. അതെന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് സാരമൊന്നുമില്ല. പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്തുകൊണ്ട് ഹദീസ് നിഷേധിയായി, എന്തുകൊണ്ട് ഖുർആനും നിഷേധിക്കുന്നു, അത് ഈ വിഷയത്തിൽ തന്നെ ഞാൻ അങ്ങ് പറയാം. ഏത് ഈ അനന്തരാവകാശവുമായി ഇപ്പൊ ഈ അക്ബർ ഉൾക്കൊള്ളുന്ന അഹ്ലെ ഹദീസുകാർ, അഹ്ലെ ഹദീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടട്ടോ. ഈ അഹ്ലെ ഹദീസിന്റെ ആളുകൾ നേരെ ഖുർആനിൽ കൃത്യമായി പറഞ്ഞതിനെ ഒന്നിരിക്കൽ അള്ളാനെ തിരുത്തിക്കൊണ്ടാണ് ഈ അഹ്ലെ ഹദീസുകാരുടെ നിലപാട്. ഞാനൊന്ന് പറയാം. സൂറത്തുൻ നിസായിലെ കലാലത്തിന്റെ ആയത്തുണ്ടല്ലോ, കലാലത്തിന്റെ ആയത്ത് പറഞ്ഞ സൂറത്തുൻ നിസായിലെ 176 അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു വചനമാണ് 176. അവിടെ ഒരാള് മരിച്ചു, അയാൾക്ക് മക്കളുണ്ടായാൽ അയാളുടെ സഹോദരന്മാർക്ക് സ്വത്ത് കിട്ടില്ല. ലൈസ ലഹു വലതുൻ, അവർക്ക് ആ മരിച്ചാക്ക് മക്കളില്ലെങ്കിൽ എന്നൊരു ഉപാധി പറയട്ടെ. മക്കളില്ലെങ്കിലേ സഹോദരന്മാർക്ക് സ്വത്ത് കിട്ടുള്ളൂ. അവിടെ ഇവരെന്ത് ചെയ്യുന്നു? ലൈസ ലഹു വലതുൻ, മക്കളില്ലെങ്കിൽ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് അക്ബറിന്റെ ടീം ലൈസ ലഹു ഇബിനുൻ, അള്ളാനെ തിരുത്താണ്. മക്കൾ എന്നല്ല അവിടെ അർത്ഥം, ആൺകുട്ടികളില്ലെങ്കിൽ എന്നർത്ഥം മാറ്റി. ലൈസ ലഹു ഇബിനുൻ, ആൺകുട്ടികളില്ലെങ്കിൽ സഹോദരന്മാർക്ക് സ്വത്ത് കിട്ടും. അതായത് ഇപ്പൊ ഞാൻ അങ്ങ് മരിച്ചു, എനിക്ക് 2 പെൺകുട്ടികളെ ഉള്ളൂ, അല്ലെങ്കിൽ 1 പെൺകുട്ടിയേ ഉള്ളൂ, അല്ലെങ്കിൽ എത്രയും പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ മരിച്ചു, എനിക്കൊരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് പകുതി സ്വത്ത് കിട്ടും.
ബാക്കി സ്വത്ത് ആർക്കാ കിട്ടുക? എൻ്റെ സഹോദരന്മാർക്കാണ് കിട്ടുക, പാർശ്വ ബന്ധുക്കൾക്കാണ് കിട്ടുക. അവരാരുമില്ലെങ്കിലോ എൻ്റെ വെല്ലിപ്പാന്റെ സഹോദരന്മാരുടെ ഓൽക്കാ കിട്ടുക. എൻ്റെ വാപ്പാന്റെ സഹോദരന്മാർക്ക് അവരുടെ വാപ്പാന്റെ സഹോദരന്മാർക്കൊക്കെ കിട്ടുക. എന്നാലും ഈ കുട്ടിക്ക് തിരിച്ചൊക്കെ കൊടുക്കൂല. എനിക്ക് രണ്ടിൽ കൂടുതൽ പെൺകുട്ടികളാണെങ്കിലോ, 2 കൂടുതൽ പെൺകുട്ടികളാണ്, 3 പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ 4 പെൺകുട്ടികളാണ്, 5 എത്രയോ ആട്ടെ, 9 പെൺകുട്ടി എത്രയായാലും ആകെ സ്വത്തിന്റെ 2/3 പെൺകുട്ടിയൊക്കെ ഉള്ളതാണ്, ആ പെൺകുട്ടികൾക്കുള്ളതാണ്. അത് കഴിച്ച് ബാക്കിയുള്ളത് ആർക്കാ കിട്ടുക? ഈ പറഞ്ഞ ആളുകൾക്കാ കിട്ടുക. എന്റെ പാർശ്വ ബന്ധുക്കൾക്കാണ് സ്വത്ത് കിട്ടുക. നേരെ സഹോദരന്മാർ അല്ലെങ്കിൽ അവരാരുമില്ലെങ്കിൽ വാപ്പാന്റെ സഹോദരന്മാർ, അവരില്ലെങ്കിൽ വെല്ലിപ്പാന്റെ സഹോദരന്മാർക്കെങ്കിലും കിട്ടും. എന്നാലും എൻ്റെ ഈ 4 പെൺകുട്ടികൾക്ക് സ്വത്ത് തിരിച്ചു കൊടുക്കുന്ന സിസ്റ്റമല്ല. ഇതാണ് ഇവർ ഈ വാക്കിനെ ലൈസ ലഹു വലതുൻ എന്ന സ്ഥാനത്ത് ലൈസ ലഹു ഇബ്നുൻ ഇവർ ഈ ഖുർആനിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞത്. ഇവർ വേറൊരു കൃത്യമോ അവർ ചെയ്തു. അതെന്താണ്? ഈ ലൈസ ലഹു വലതുൻ എന്നിടത്ത് വലാ വാലിദുൻ എന്നൊരു ഖുർആനിൽ ഇല്ലാത്തൊരു വാക്ക് അഡീഷൻ ചേർത്തു, ഇല്ലാത്തൊരു വാക്ക് പുതുതാക്കി ചേർത്തു. അപ്പൊ എന്താണ്? സഹോദരന്മാർക്ക് സ്വത്ത് കിട്ടാൻ ഒരു ഉപാധി ലൈസ ലഹു വലതുൻ, മറ്റൊരു ഉപാധി ഇല്ലാത്തവർ ചേർന്ന് വലാ വാലിദുൻ, വാപ്പിയും കൂടി ഇല്ലാണ്ടിരിക്കണം. എന്റെ സഹോദരന്മാർക്ക് സ്വത്ത് കിട്ടാൻ ഒരു ഉപാധി പറഞ്ഞത് മക്കളില്ലെങ്കിൽ അവർക്ക് കിട്ടും. മക്കൾ മാത്രം ഉണ്ടാകാതിരുന്നാ പോരാ, വാപ്പിയും കൂടിയും ഇല്ലാണ്ടിരിക്കണം, പിതാവും കൂടിയും ഇല്ലാണ്ടിരിക്കണം. ആ ഉദാഹരണം പറഞ്ഞാല്, ഇപ്പോ എനിക്ക് ഒരു മകളോടൊപ്പം എൻ്റെ വാപ്പി ഉണ്ടായിക്കഴിഞ്ഞാൽ മകൾക്ക് പകുതി, ബാക്കി സ്വത്തുണ്ടല്ലോ, ബാക്കി വാപ്പാക്ക് 1/6 കിട്ടുക. അതിനെന്താക്കും? അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്വത്ത് എന്താക്കും? അത് ഈ വാപ്പാക്ക് തന്നെ കൊടുക്കും. വാപ്പാക്കും എനിക്ക് ആകെ ഒരു മോള്, പിന്നുള്ളത് എൻ്റെ വാപ്പയാണ്, ഞാൻ മരിച്ചുപോയി, എൻ്റെ ഏക മകള്, അവൾക്ക് പകുതി, പിന്നെ അവശേഷിക്കുന്നത് വേറെ ആരുമില്ല, എൻ്റെ വാപ്പയാണ് അവശേഷിക്കുന്നത്. അപ്പൊ എൻ്റെ വാപ്പാക്ക് 1/6, ബാക്കി സ്വത്ത് എന്താ ചെയ്യുക? അത് ഈ ബാപ്പാക്ക് തന്നെ കൊടുക്കും. ഇവിടെ എൻ്റെ സഹോദരന്മാരും മറ്റുണ്ടെങ്കിലോ ഒരു കൊടുക്കൂല. കാരണം പിതാവ് ഉണ്ടായി കഴിഞ്ഞാൽ സഹോദരന്മാർക്ക് സ്വത്ത് കൊടുക്കൂല എന്നുണ്ട്. ഇവരുണ്ടാക്കിയ നിയമാട്ടോ, ഖുർആൻ പറഞ്ഞല്ല. എനിക്കൊരു മോളും എൻ്റെ ജ്യേഷ്ഠനും ബാപ്പിയുണ്ട് കൂട്ടുക, അല്ലെ എനിക്കൊരു അനുജനും ബാപ്പിയുണ്ട് കൂട്ടുക. അപ്പൊ എൻ്റെ അനുജനോ എൻ്റെ ജ്യേഷ്ഠനോ സ്വത്ത് കിട്ടൂല. ഈ ബാപ്പുള്ളത് കൊണ്ട് മോക്കും ബാപ്പാക്കേ കിട്ടുള്ളൂ. ഇതാരും എവിടുന്ന് കിട്ടിയ നിയമമാണ്? ഖുർആനിൽ അല്ല പറഞ്ഞതാണോ? അല്ല. അഹ്ലെ ഹദീസുകാരായ ഇവര് ഹദീസിന്റെ ആളുകൾ ഖുർആനിൽ അള്ളാനെ തിരുത്താണ്. അല്ല പറയേണ്ടേ ലൈസ ലഹു വലതുൻ വലാ വാലിദുൻ എന്നാക്കി മാറ്റി. ഒന്ന് ഖുർആന്റെ അർത്ഥം, ഖുർആനിൽ വലത് എന്ന വാക്ക് 32 സ്ഥലത്തുണ്ട്. അവിടെ ഒക്കെ മക്കൾ എന്നാണ് അർത്ഥം പറയണത്. ഇവിടെ മാത്രം ആൺകുട്ടി എന്ന് അർത്ഥം പറയാ. 32 സ്ഥലത്തും വലതും എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പറയും. ഇവിടെ ആൺകുട്ടീനെ പറയുള്ളൂ, പെൺകുട്ടീനെ കൂട്ടൂല. അപ്പൊ അതാണ് എന്തിനാണ് ഇവിടെ ഇവർ ഇങ്ങനെയൊക്കെ കൃത്യമം ചെയ്തത്? വാപ്പാനെ കൂട്ടിയത് എന്തിനാ? അസബ എന്നൊരു വിഭാഗത്തെ ഉണ്ടാക്കാനാണ്. അസബ എന്ന് പറഞ്ഞാല് ഈ എല്ലാം കുത്തകാക്കി വെക്കുമല്ലോ, ശിഷ്ടാവകാശികൾ ഉണ്ടാക്കിയതാണ്. അൽഹിക്കുൽ ഫറാഇല ബി അഹ്ലിഹ ഫമാ ബഖിയ ഫലി ഔലാ റജുലിൻ ദഖരിൻ എന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഈ ഹദീസ് എന്തിനാ? ഇത് ഖുർആനെതിരെ ഉണ്ടാക്കിയ ഒരു ഹദീസാണ്. ഇതെന്തിനാ ഉണ്ടാക്കിയത്? ഇവിടെ വാപ്പാനെ കൂട്ടിച്ചേർത്തല്ലോ, അതിനുണ്ടാക്കിയതാണിത്. അതായത് ഇവിടെ മകക്കൊരു സ്വത്ത്, എനിക്ക് പിന്നെ മോളും ഏക മോള്, ബാപ്പ, സഹോദരി സഹോദരന്മാർ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ മകക്ക് പകുതി കൊടുത്തു, ബാപ്പാക്ക് 1/6 കൊടുത്തു. ബാക്കി സ്വത്ത് എന്താ ചെയ്യാ? ഈ ബാപ്പാക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റും. ഒരു ഖുർആൻ അനുസരിച്ച് പിന്നെ ബാക്കി സ്വത്ത് ഉണ്ടായി വന്നല്ലോ. ഇതെന്ത് ചെയ്യും? ഇതിനെ ഇവര് ഈ അസബ, ബാക്കിയുള്ള സ്വത്തൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അസബ എന്നൊരു സംഗതി ഉണ്ട്. അത് ബാപ്പാക്ക് തന്നെ കിട്ടും എന്നൊരു ഹദീസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഹദീസ് ഉണ്ടാക്കിയപ്പോ ഒരുപാട് അബദ്ധങ്ങൾ കുടുങ്ങി. നോക്കൂ, അൽഹിക്കുൽ ഫറായില ബി അഹ്ലിഹ, അനന്തരാവകാശത്തിന്റെ അവകാശികൾ ആരുണ്ടോ അവർക്ക് തന്നെയാണ് സ്വത്ത്. അതിന്റെ അഹ്ലുകാർക്കാണ് ഈ ഫറായിലിന്റെ സ്വത്തുള്ളത്. ഫമാ ബഖിയ, ബാക്കിയുള്ള സ്വത്ത് ഫലി ഔലാ റജുലിൻ ദഖരിൻ, ആണായ പുരുഷനുള്ളതാണ് ബാക്കിയുള്ള സ്വത്ത് എന്ന് പറഞ്ഞു. ഇവിടെ
ഭാഷാപരമായ രണ്ട് തെറ്റ്. ഒന്ന്, ഫലി ഔലാ റജുലിൻ. ഔലാ റജുലിൻ ആരെങ്കിലും പറയോ? ഔലരിജാലി എന്നാ പറയാ. ഔല എന്നുള്ളത് ഇസ്മു തഫ്ലീലാണ്. ഇസ്മു തഫ്ലീലിനെ ബഹുവചനത്തിലേക്കാണ് ചേർത്ത് പറയാം. ഇപ്പൊ അഹ്സനുൽ ഖാലിഖീൻ, അഹ്സൻ ഏറ്റവും നന്നായ ആള്, ഖാലിഖീൻ സൃഷ്ടാക്കളിൽ ഏറ്റവും, അങ്ങനെ ബഹുവചനത്തിലേക്ക് ചേർക്കണം. കുറെ ആളുകളിൽ നിന്ന് ഇവൻ നല്ലവനാണ് എന്ന് പറയുമ്പോൾ ഇവൻ മറ്റുള്ള കുട്ടികളിൽ ഇവനാണ് മിടുക്കൻ എന്ന് പറയുമ്പോൾ കുറെ ആളുകളിലേക്ക് ചേർത്താണ് അത് പറയുക. ഇവിടെ ഔല ഏകവചനത്തിലേക്കാ ചേർന്ന് ഔലാ റജുലിൻ എന്ന് പറഞ്ഞു, അതൊരു തെറ്റ്. രണ്ട്, റജുലിൻ ദഖരിൻ എന്ന് പറഞ്ഞു. ആണായ പുരുഷൻ, നടുമദ്യം, പോസ്റ്റും കാല് എന്നൊക്കെ ആരെങ്കിലും പറയാറുണ്ടോ? ഇതുപോലെ ആണായ പുരുഷൻ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഈ ഹദീസിൽ അതാണുള്ളത്. ഇതിൽ ആശയപരമായ ഒരു അബദ്ധമുണ്ട്, അതവിടെ കട്ടെ. അപ്പോ ഇത് എന്തിനാ ഇങ്ങനൊക്കെ ഒരു അസഭക്കാരുണ്ടാക്കിയത്, ഖുർആനിലില്ലാത്തത്? ഇതൊരു ഖുർആനിനെ ഇല്ലാത്ത ആശയം കൊണ്ടുവരാനാണ്. സത്യത്തിൽ ഖുർആൻ പറഞ്ഞതിന് നേരെ എതിരാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഹദീസ് നിഷേധിയായത്. മാത്രമല്ല ഇവർ ഖുർആൻ കൃത്യമായി കാണിച്ചു എന്നുള്ളതിന് ഞാനൊന്നും. ഇപ്പോ സൂറത്തുൻ നിസായിലെ അദ്ദേഹം പറഞ്ഞതുപോലെ 11, 12 ആണ് അനന്തരാവകാശത്തിന്റെ വിഷയം പറയുന്ന ആയത്തുകൾ. 4-ാം അധ്യായത്തിലെ 11ഉം 12ഉം വായിച്ചാൽ അനന്തരാവകാശത്തിൽ ഖുർആൻ പറഞ്ഞ ഓഹരിക്രമങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ 176 അത് ഈ 11-ലും 12-ലും പറഞ്ഞതിന്റെ പിന്നെ ഒന്ന് വിശദീകരണമാണ് കലാലത്തിന്റെ ആയത്ത്. അതുകൊണ്ടാണ് അതിന് ഫത്വ എന്ന് പറയുന്നത്. യസ്തഫ്തൂനക്കും, അവർ നിന്നോട് ഫത്വ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഫത്വ എപ്പോഴാ ഫത്വ എന്ന് പറയല്? ഒരു വിധി ആദ്യമേ പ്രഖ്യാപിക്കും, ആ വിധിയെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിനെ വീണ്ടും എടുത്തു ധരിക്കുന്നതിനാണ് ഫത്വ എന്ന് പറയാം. അപ്പൊ ആദ്യം തന്നെ 11-ലും 12-ലും ഈ വിധി പറഞ്ഞിട്ടുണ്ട്. അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് കലാലത്തിന്റെ ആയത്ത് എന്ന് പറഞ്ഞ സഹോദരി സഹോദരന്മാർ പാർശ്വബന്ധുക്കളെ പറയുന്ന ആയത്ത് ഇറക്കിയത്. ഏതായാലും അവിടെ കട്ടെ. കലാലത്തിന്റെ ആയത്തിലും 176-ലും 4-ാം അധ്യായം 12-ലും കൂടി ഒരു വൈരുദ്ധ്യം വരുന്നുണ്ട്. ഇവിടെ വൈരുദ്ധ്യം വരുന്നുണ്ട്. അതായത് കലാലത്ത് 4:12 പറയുന്നത് എന്താണ്? സഹോദരന്മാർക്ക് സഹോദരന്മാർക്ക് 6-ൽ-1. സഹോദരി സഹോദരന്മാർക്ക് എത്ര സ്വത്താ? 1/6 4-ാം അധ്യായത്തിലെ 12-ാം വചനത്തിൽ പറയുന്നത്. എന്നാൽ 176-ൽ 4-ാം അധ്യായത്തിലെ 176-ൽ പറയുന്നതോ പകുതിയും 1/2 പിന്നെ 2/3 പറയുന്നത്. 3-2 പറയുന്നത്. ഇവിടെ 1/6 ആണെങ്കിൽ ആ അധ്യായം അവസാനിക്കുന്ന അനന്തരാവകാശത്തിന്റെ കലാലത്തിന്റെ ആയത്ത് പറയണത്രേ പകുതി സുലുസാനി. 3-2 പറയുന്നത്. ഇത് രണ്ടും വൈരുദ്ധ്യല്ലേ? ഒരു സ്ഥലത്ത് രണ്ടും സഹോദരി സഹോദരന്മാരെ പറ്റിയാ പറയുന്നത്. ഇവിടെ പറഞ്ഞപ്പോ 1/6, അവിടെ പറഞ്ഞപ്പോ പകുതിയും 1/6 പറഞ്ഞു. ഇവിടെ 1/6. അപ്പൊ എന്തൊരു വൈരുദ്ധ്യമല്ലേ? ഈ വൈരുദ്ധ്യം മറികടക്കാൻ അല്ല ചെയ്യേണ്ടിയിരുന്നത് ഇവർ പറയാണ് വഇൻ കാന റജുലുൻ യൂറസു കലാലതൻ അവിംറഅത്തുൻ വലഹു അഖുൻ ഔ ഉഖ്തുൻ മിൻ ഉമ്മിൻ എന്നും കൂടി കൂട്ടേണ്ടായിരുന്നു. അല്ല എന്തൊരു പിന്നെ മണ്ടനാണ്. ഈ മിൻ ഉമ്മിന്ന് കൂട്ടാത്തോണ്ടല്ലേ ഈ വൈരുദ്ധ്യം വന്നു എന്നുള്ളതാ. അപ്പൊ അള്ളാനെ തിരുത്തുന്നത് ആരാ? ഈ അഹ്ലെ ഹദീസിന്റെ എമ്മൊക്കെ പറഞ്ഞ ആള്. വഇൻ കാന റജുലുൻ യൂറസു കലാലതൻ അവിംറഅത്തുൻ വലഹു അഖുൻ ഔ ഉഖ്തുൻ ഖുർആനിലുള്ളൂ. മിൻ ഉമ്മിൻ എന്ന് ചേർത്തത് ആരാ? ഈ ഖുർആനിൽ ഹദീസിന്റെ ആൾക്കാര്, അഹ്ലെ ഹദീസിന്റെ ആൾക്കാര്. അപ്പൊ എന്തായി? ഈ 1/6 പറഞ്ഞത് ആരെ കുറിച്ചാ? ഉമ്മത്ത സഹോദരൻ. മറ്റേതോ ബാപ്പത്ത സഹോദരൻ. അപ്പൊ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ഐറ്റം ഉണ്ട് കേട്ടോ. അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ, എന്റെ ബാപ്പ 4 കല്യാണം കഴിച്ചാല് എന്റെ അമ്മയിലുള്ള സഹോദരങ്ങളും വേറെ അമ്മയിലും അങ്ങനെ 4 ഭാര്യമാരുള്ള സഹോദരങ്ങൾക്കാണ് നമ്മൾ 4 വിധത്തിൽ സഹോദരങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാലും ഇതൊക്കെ വാപ്പത്തെ സഹോദരങ്ങളാണ്. എന്റെ വാപ്പ 4 കല്യാണം കഴിച്ചു, 4-ലും ജ്യേഷ്ഠാഞ്ചന്മാരുണ്ടാവുമല്ലോ. ആ മക്കളൊക്കെ തമ്മിൽ സഹോദരി സഹോദരന്മാരാണ്. ഏത് വിധത്തിൽ? വാപ്പത്ത സഹോദരി സഹോദരന്മാർ. പിന്നെയോ എന്റെ അമ്മയും ബാപ്പാക്കും മാത്രമുള്ള സഹോദരി സഹോദരന്മാരുണ്ടാവും. അതാണ് പൂർണ്ണ സഹോദരന്മാർ. ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരങ്ങള്. എന്റെ ഉമ്മാനെ മുമ്പ് വേറെ ആൾ കെട്ടുമല്ലോ. കാരണം ഈ 12-ാം വയസ്സ് കെട്ടിക്കൊടുന്നിട്ട് 15-ാം വയസ്സ് തൊലാക്കല്ലി എങ്കിൽ അതിനും മക്കൾ ഉണ്ടാവുമല്ലോ. അതിലുള്ള സഹോദരങ്ങൾ ഉമ്മത്ത സഹോദരൻ.
മൂന്ന് വിധം സഹോദരങ്ങളുണ്ട്. ഉമ്മത്ത സഹോദരൻ, ഉമ്മിയും ബാപ്പിയും ഒത്ത പൂർണ്ണ സഹോദരൻ, ബാപ്പൊത്ത മാത്രമുള്ള സഹോദരി സഹോദരന്മാരുണ്ടാകും. ഈ 12 പറയുന്നത് ആരെക്കുറിച്ചാണ്? 4-12 ഉമ്മത്ത സഹോദരനെ കുറിച്ചാണ് എന്ന് ഇവരുണ്ടാക്കുക കേട്ടോ. മിൻ ഉമ്മിൻ എന്ന വാക്ക് ചേർത്തിട്ട്. 176 പറഞ്ഞതോ ബാപ്പൊത്ത സഹോദരങ്ങള്, ഇവർക്കാണ് ആ സ്വത്ത് പറഞ്ഞത് എന്നാണ്. ഇതാണ് ഇവർ ഖുർആനിൽ കൃത്രിമം കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഹദീസ് നിഷേധത്തിലേക്ക് വന്നത്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഈ സഹോദരി സഹോദരന്മാർക്ക് സ്വത്ത്, മക്കളുണ്ടെങ്കിൽ സ്വത്ത് കൊടുക്കാൻ പാടില്ല എന്ന് ഉള്ള ആയത്ത് അവതരിച്ചിട്ടു പോലും സ്വഹാബാക്കൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല പോലും. അതുകൊണ്ടല്ലോ ഒരു വീണ്ടും ചോദിച്ചത്. 12-ലും 11-ലും പറഞ്ഞ തന്നെ കാര്യം കൃത്യമാണല്ലോ. പിന്നെ അവിടെ ഫത്വ ചോദിച്ചത് എന്തുകൊണ്ടാ? ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ചോദിച്ചത് ചില ആളുകൾക്ക് ആയത്ത് മനസ്സിലായിട്ടില്ല എന്നതിനാണ് വീണ്ടും മനസ്സിലാക്കി കൊടുക്കുന്നത്. അവിടെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബ്ബാസും അലിയും, ഹസ്രത്ത് അബ്ബാസും അലിയും അബൂബക്കറിനോട് ചെന്ന് ചോദിക്കും, ഞങ്ങളെ അവകാശം വേണം, നബിന്റെ സ്വത്ത് ഞങ്ങൾക്ക് വേണം എന്ന് പറയും. അലിയും ചെന്ന് പറയും, ഞങ്ങൾക്ക് ഞങ്ങളെ സ്വത്ത് വേണം. നബിന്റെ സ്വത്ത് ആർക്ക് വേണം? സഹോദരനെ പിന്നെ മൂത്താപ്പാന്റെ മകനക്ക് വേണം. അബ്ബാസിനും വേണം, അബ്ബാസ് സഹോദരനും വേണം, മറ്റേ മൂത്താപ്പാന്റെ മാനും വേണം എന്ന് പറഞ്ഞ് ചെല്ലാറുണ്ടായിരുന്നത്രേ എന്ന് ആരാ പറയണത്? ബുഖാരിയിലുണ്ട്. നിങ്ങൾ നോക്കണം, ഈ അലിക്കും അബ്ബാസിനൊന്നും ഇങ്ങനെ ഖുർആനിൽ പറഞ്ഞ ആയത്ത് അറിയില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം? ഖുർആനിൽ മക്കളുണ്ടെങ്കിൽ സഹോദരി സഹോദരന്മാർക്ക് സ്വത്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അറിയില്ല അതോ എന്നല്ലേ അതിന്റെ അർത്ഥം? ഉമർ ഖത്താബ് ചോദിച്ചോലോ, നിങ്ങൾക്ക് ഈ വിഷയം അറിയില്ലേ എന്ന് ചോദിച്ചു എന്നല്ലേ ചോദിക്കേണ്ടി വരാ? ഉമർ ഖത്താബ് ചോദിച്ചാൽ എന്താ അത്ര അറിയോ? നിങ്ങളടിയില്ല പ്രശ്നം തീർത്തിട്ടുണ്ട് വരി, എന്നാ സ്വത്ത് തരാന്നാ ഉമർ ഖത്താബ് പറഞ്ഞത്. അലിയും ഇവരും തമ്മിൽ പ്രശ്നമുണ്ട്, അത് തീർത്തിട്ട് വരി, എന്നാ തരാന്ന. എന്താ പ്രശ്നം? എന്താ അലിയും അബ്ബാസും തമ്മിലുള്ള പ്രശ്നം? അലിക്ക് നബിന്റെ മകളാണല്ലോ ഫാത്തിമാന്റെ സ്വത്ത് കിട്ടണം. ഇവർക്കോ അബ്ബാസിനുള്ള വാദം എന്താണ്? ഈ ഇളാപ്പാന്റെ ഇയാളുടെ മൂത്താപ്പാന്റെ ഇതാണല്ലോ, ആ രീതിയിൽ സ്വത്ത് വേണം എന്ന് തർക്കമുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ അപ്പൊ ഖുർആൻ അവർക്കാണ് അവതരിച്ചത്, അവിടെയാണ് വിശദീകരിച്ചു കൊടുത്തത്. അവർക്ക് ഒന്നും മനസ്സിലായില്ല എന്നാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത്. ഏതായാലും ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എന്തുകൊണ്ട് ഹദീസ് നിഷേധിയായി? നമ്മൾ ഉണ്ടാക്കിയ ഹദീസ് ഇങ്ങനെയാണ് നമ്മൾ ഹദീസ് ഉണ്ടാക്കിയ. ഖുർആനിനെ വെട്ടിയോ ചുരുക്കിയോ വ്യാഖ്യാനിച്ചോ പദങ്ങൾ മാറ്റി തിരിച്ചൊക്കെ ചെയ്യുന്നിട്ടാണ് നമ്മൾ ഹദീസ് ഉണ്ടാക്കുന്നത്. എല്ലാ വിഷയത്തിലും ഇങ്ങനെ തന്നെ. അതുകൊണ്ട് ഞാൻ ഹദീസ് ഇങ്ങനെ മനസ്സിലാക്കി നോക്കുമ്പോൾ ഖുർആനെതിരാണോ ഹദീസ്, ഞാൻ ഹദീസ് മാറ്റിച്ചു. അങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ ഹദീസുകളൊക്കെ പ്രശ്നത്തിലാണ്. അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ ഞാൻ എം അക്ബർ ആ ചോദ്യത്തിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഹദീസ് നിഷേധിയായത് ഇങ്ങനെയാണെന്ന് പറയാനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. മറ്റൊന്ന്, എം അക്ബർ ഇതേ വിഷയത്തിൽ തന്നെ ഈ പൗത്രന്റെ സ്വത്ത് നിഷേധത്തെ കുറിച്ച് അയാളോട് ചോദിക്കുന്നുണ്ട്. പൗത്രന്റെ സ്വത്ത് നിഷേധം എന്ന് പറഞ്ഞപ്പോൾ യത്തീം പറഞ്ഞ സിനിമ കണ്ടവർക്ക് അറിയാം. ഒരു പിതാവ്, ആ പിതാവിന് 2 ആമക്കള്, ഒരു മകൻ ബാപ്പാന്റെ ഒപ്പം തന്നെ ബിസിനസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ സഹായിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അയാൾ മരിക്കുന്നു, അയാളെ മൂത്ത മകൻ മരിക്കുന്നു. പിന്നെ ആ മകന്റെ മക്കളെ പരിചരിക്കുന്നതും സംരക്ഷിക്കുന്നതും ആരാ? ഈ പിതാവാണ്, വെല്ലിപ്പയാണ് നോക്കിക്കൊണ്ട് നടക്കുന്നത്. വെല്ലിപ്പി അങ്ങ് മരിച്ചു പോയപ്പോ കുട്ടികൾ സൂപ്പർ എത്തീമുകളായി. ബാപ്പി ആദ്യം മരിച്ചുപോയി, വെല്ലിപ്പിയും കൂടി അങ്ങോട്ട് മരിച്ചുപോയി. പിന്നെ അവർക്ക് ആരുമില്ല. പിന്നെ അവർക്ക് ഈ വെല്ലിപ്പാന്റെ സ്വത്താണ്, പിന്നെ സ്വത്തും കൊടുക്കൂല, ഈ എളാപ്പാക്കാണ് എല്ലാ സ്വത്തും കിട്ടുക എന്നാണ് ഇസ്ലാമിലെ നിയമം. ഇതിനെപ്പറ്റി അക്ബറിനോട് ചോദിച്ചപ്പോ അക്ബർ പറയാം, അതിന് വസീയത്തില്ലേ എന്നുള്ളതാണ്. വസീയത്ത് അതിനില്ലേ എന്നുള്ളതാണ് അക്ബറിന്റെ ഒരു. അപ്പൊ അക്ബറിന് അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. തെറ്റിദ്ധാരണ എന്ന് ഞാൻ പറയില്ല, അയാൾ മനഃപൂർവ്വം അറിഞ്ഞിട്ട് നിഷേധിക്കുക എന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ധരിക്കുന്നത് വസീയത്തിന്റെ ഈ അനന്തരാവകാശത്തിന്റെ ആയത്ത് ഇറങ്ങിയിട്ടാണ്. സൂറത്തു നിസായിലെ 11, 12, 176 ആയത്ത് ഇത് ഇറങ്ങിയതിന് ശേഷമാണ്, വചനങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് സൂറത്തുൽ ബഖറയിലെ 180 വചനമായ വസീയത്തിന്റെ ആയത്ത് ഇറങ്ങി എന്നാണ് അയാൾ ധരിക്കുന്നത്. അത് അയാളുടെ ധാരണ പെശകാണ്. കാരണം ഇത് തുടങ്ങുന്നത് തന്നെ യൂസീക്കുമുല്ലാഹു ഫീ ഔലാദിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആയത്ത്
സൂറത്തു ആ വസിയത്ത് പിന്നെ ഇത് തുടങ്ങുന്നത് യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വസിയത്ത് ചെയ്യുന്നു എന്നാ ഇവിടെ പറയുന്നത്. മാത്രമല്ല ഇതൊക്കെ ഈ ആയത്ത് അവസാനിക്കണം മിംബാദി വസിയത്തിൻ യൂസി ബിഹാ ഔ ദൈൻ എന്നാണ്, വസിയത്തിന് ശേഷം എന്നാണ്. അപ്പൊ ഈ ആയത്തിന് ശേഷമാണ് പിന്നെ യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും, നിങ്ങൾക്ക് അള്ളാഹ് വസിയത്ത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇത് മുമ്പേ പറഞ്ഞ സംഗതിയാണല്ലോ ഇത്. അതുകൊണ്ടാണ് ഈ അനന്തരാവകാശത്തിന് മുമ്പേ ഇത് ഇറങ്ങിയെന്ന് ഈ ആയത്ത് മനസ്സിലാക്കിയാൽ കിട്ടും. അപ്പൊ വസിയത്ത് അതാർക്കേ പാടുള്ളൂ? ഇവർ എം അക്ബറിന്റെ ടീമൻ ഉണ്ടാക്കി വെച്ചിരിക്കണ് അവകാശികൾക്ക് വസിയത്തില്ല, അവകാശികൾക്ക് വസിയത്തില്ല. പിന്നെ ആർക്കാ വസിയത്ത്? അവകാശികളല്ലാത്തവർക്കുള്ളതാണ് വസിയത്ത്. ഇതാണ് ഇവരുണ്ടാക്കി വെച്ചൊരു കള്ളത. ഖുർആന് അവകാശികൾക്കാണ് വസിയത്ത് എന്നാ ഖുർആൻ പറയുന്നത്. ഹദീസിൽ ഉണ്ടാക്കിയതോ അവകാശികൾക്ക് വസിയത്തില്ല, അവകാശികൾക്ക് പുറമേയാണ് എന്ന്. രണ്ട്, ഒന്ന് അതെന്തിനാന്നറിയോ ഒരു ഉണ്ടാക്കി വെച്ചത്? അവിടെ വസിയത്ത് ചെയ്യേണ്ടത് ആർക്കാണ്? വലിൽ വാലിദാനി വൽ അഖറബൂൻ, മാതാപിതാക്കൾക്കും ഏറ്റവും അടുത്ത രക്തബന്ധുക്കൾക്കുമാണ്. ആ അഖറബൂൻ എന്ന് പറഞ്ഞാൽ ആരാണ് അതിൽ പെടുക? പാകിസ്ഥാനിലെ അയ്യൂബ് ഖാൻ അനന്തരാവകാശ സ്വത്തില് പൗത്രൻക്കും സ്വത്തുണ്ട് എന്ന് നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനയാൾ ഉപയോഗിച്ചത് ഈ ആയത്താണ്. വലിൽ വാലിദാനി വൽ അഖറബൂൻ എന്ന് പറഞ്ഞാൽ, അഖറബൂൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ 2-3 സ്ഥലത്തുണ്ട്. വലിൽ വാലിദാനി വൽ അഖറബൂൻ. സൂറത്തു ബഖറ 215 നഫക്ക, ചെലവ് കൊടുക്കേണ്ടത് ആർക്കൊക്കെ? മാതാപിതാക്കൾക്കും അടുത്ത രക്തബന്ധുക്കൾക്കും. അവിടെ പിന്നെ വലിൽ വാലിദാനി വൽ അഖറബൂൻ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയും കുട്ടികളും ഈ പിന്നെ മകന്റെ കുട്ടികളും മകളെ കുട്ടികളും ഒക്കെ പെടും. മകന്റെ കുട്ടികളും പെടും, മകളെ കുട്ടികളും പെടും, എല്ലാരും പെടും. വസിയത്തിന്റെ ആയത്ത് വന്നപ്പോഴോ വൽ അഖറബ് എന്ന് പറഞ്ഞാൽ അവിടെ ആരേ പെടുള്ളൂ? മക്കള് പെടൂല, പേരക്കുട്ടികളെ പെടുള്ളൂ എന്നാണ് അക്ബർ പറയുന്നത്. ഇതേ ആയത്ത് പിന്നെ അനന്തര സ്വത്ത് പറയുന്നിടത്ത് ഈ ആയത്ത് പറയുന്നുണ്ട് വലിൽ വാലിദാനി വൽ അഖറബൂൻ എന്ന് പറയുന്നുണ്ട്. അവിടെ അഖറബ് എന്ന് പറഞ്ഞാൽ ആരേ പെടുള്ളൂ? അവിടെ മക്കളെ പെടുള്ളൂ. ഇങ്ങനെ മാറ്റി മറിച്ച് അർത്ഥം പറയേണ്ടി വരികയാണ്. വസിയത്തിന്റെ ആയത്തിൽ പേരക്കുട്ടികൾ പെടും, അവിടെ മക്കൾ പെടൂല. ഇവിടെ അതേ വാക്കുണ്ട്, ആ വാക്കിന് എന്താ അർത്ഥം പറയണത്? പേരക്കുട്ടികൾ പെടൂല, പിന്നെ മക്കളെ പെടുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരുന്നത്? ഖുർആനിലുള്ളത് ഉള്ളതുപോലെ പറയേ. ശരി, വസിയത്ത് അവകാശികൾക്ക് വസിയത്തില്ല. വസിയത്ത് ഇപ്പോ പേരക്കുട്ടികൾക്ക് വസിയത്ത് എഴുതി വെച്ചാൽ അയൽവാസിയായ ആൾക്ക് കൂടി സ്വത്ത് കിട്ടും. വസിയത്ത് എഴുതി വെച്ചിട്ട് നമ്മളെ സ്വത്ത് കിട്ടുമെങ്കിൽ അത് പൗത്രന് മാത്രമല്ല, നമ്മളെ അയൽവാസിയല്ല ഗോവിന്ദചാമിക്ക് വരെ സ്വത്ത് കിട്ടും വസിയത്ത് എഴുതി വെച്ചാല്. പിന്നെ അപ്പൊ വസിയത്ത്, ഈ വസിയത്ത് പറയുമ്പോഴാണ് നബിക്ക് വസിയത്ത് ഇല്ല പോലും. നബി വസിയത്ത് ചെയ്തിക്കണോ നബിന്റെ കുട്ടികൾക്ക്? നബി വസിയത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ നോക്കൂ, 4 ഫാത്തിമയും അലിയും അബൂബക്കറിന് ബയ്യത്ത് ചെയ്തിട്ടില്ല, ഉമറിന് ബയ്യത്ത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അവർ ബയ്യത്ത് ചെയ്യാതെ പോയത്? ഖുർആനിൽ നബിന്റെ സ്വത്ത് പിന്നെ നബിന്റെ മക്കൾക്ക് വസിയത്ത് എഴുതി വെച്ചത് ഇവരാരോ മുക്കിക്കളഞ്ഞു. അവർ പിന്നെ ഫാത്തിമ ചോദിച്ച് ഞങ്ങളെ വാപ്പാന്റെ സ്വത്ത് ഞങ്ങൾക്ക് വേണം. അതിലിവരൊറ്റ ഹദീസ, പിന്നെ നബിമാരൊരിക്കലും അനന്തരമെടുക്കില്ല, അവരെ സ്വത്ത് ഇങ്ങോട്ടും ആരും അനന്തരെടുക്കില്ല, അവർ അങ്ങോട്ടും അനന്തരെടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോ ഫാത്തിമ ചോദിച്ചു, സുലൈമാൻ നബി ദാവൂദിന്റെ അനന്തരം എടുത്തില്ലേ? സക്കരിയ നബിയും യഹ്യാ നബിയും പറയുന്നിടത്ത് അവിടെ വസിയത്തിനെ പറ്റി പറയുന്നില്ലേ? അപ്പൊ എടുക്കൂലെന്ന് പറഞ്ഞിട്ട് ഖുർആൻ തന്നെ വേറെ സ്ഥലത്ത് എടുത്ത് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പാന്റെ സ്വത്ത് കിട്ടണം എന്ന് പറഞ്ഞപ്പോ കിട്ടൂലെന്ന്. അപ്പൊ രണ്ടാളും കൊടുത്തില്ല, അബൂബക്കറും കൊടുത്തില്ല, ഉമറും കൊടുത്തില്ല, സ്വത്ത് കൊടുത്തില്ല, അവർ എഴുതി വെച്ചില്ല എന്ന് മാത്രമല്ല. അപ്പൊ വസിയത്ത് എന്ന് പറയുന്ന സംഗതി അവകാശികൾക്കുള്ളതാണ്, അവകാശികൾക്ക് പുറത്തുള്ളതല്ല. അത് ഖുർആൻ വായിച്ചാൽ തന്നെ കിട്ടും. മാത്രമല്ല ഈ ഖുർആൻ നോക്കൂ, ഖുർആൻ പറയണ നോക്കൂ, ആ വസിയത്ത് കിട്ടുമോ കിട്ടൂല എന്നുള്ളത് ജീവിച്ചിരിക്കുമ്പോഴാണ് വസിയത്ത് ചെയ്യേണ്ടത് എന്ന് ഈ സൂറത്തു നിസായിലെ 11-12 വായിച്ചാൽ കിട്ടും. ആബാഉക്കും വ അബ്നാഉക്കും ലാ തദ്റൂന അയ്യുഹും അഖ്റബു ലക്കും നഫ്അ, നിങ്ങൾക്കറിയില്ല അവരിൽ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഉപകാരപ്പെടുന്നത് എന്ന്.
ജീവിച്ചിരിക്കുമ്പോഴല്ലേ എന്നോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മക്കള് അല്ലെങ്കിൽ എനിക്ക് ഏത് മക്കളാണ് എനിക്ക് ഏറ്റവും ഉപകാരപ്രദമാകുക, എൻ്റെ സ്വത്ത് കിട്ടുന്നവരാരാണ് എനിക്ക് ഉപകാരപ്രദമാകുക എന്ന് എന്നോടിപ്പോൾ പറയണമെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് കൈകാര്യം ചെയ്ത് വെക്കണ്ടേ? മരിച്ചതിന്റെ ശേഷം ഇതിന് ഉപകാരത്തിന് എന്താ പ്രശ്നം? മാത്രമല്ല ഇവിടെ യൂസിക്കും ഫി ഔലാദിക്കും, നിങ്ങളെ മക്കൾ എന്ന് വസിയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്ന് ചേർത്ത് പറയണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണ്ടേ? മരിച്ചതിന്റെ ശേഷമാണോ ആ കാര്യം പറയേണ്ടത്? അപ്പോൾ വസിയത്ത് ചെയ്യേണ്ടത് അവകാശികൾക്കാണെന്ന് ഖുർആനോട് കിട്ടുന്നുണ്ട്. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എഴുതി വെക്കണം. മരണാനന്തരമാണ് അത് എടുക്കേണ്ടത് എന്നതേ ഉള്ളൂ. എഴുതി വെക്കേണ്ട ക്രിയ ചെയ്യേണ്ടത് ആർക്കാണ്? അവകാശികൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം എന്ന് ഖുർആനോട് കിട്ടുകയാണ്. അതിന് ഇവരില്ലാത്ത ഹദീസ് ഉണ്ടാക്കി. ഖുർആനിൽ കൃത്യമായ അവകാശികൾക്കാണ് വസിയത്ത് എന്ന് പറഞ്ഞപ്പോൾ അവകാശികൾക്ക് വസിയത്തില്ല എന്ന് എഴുതി വെച്ചു. അപ്പോ വസിയത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, വലിൽ വാലിദാനി വൽ അഖറബൂൻ ഒരു വാക്ക് പറയുമ്പോൾ ഖുർആനിൽ അവിടെ ഇവിടെ എന്താ നിങ്ങൾ നോക്കി. സൂറത്തുൽ ബക്കറ 215 അതുണ്ട്, 180 വസിയത്ത് പിന്നെ അനന്തര സ്വത്ത് പറയുന്നിടത്ത് അവിടെ ഉപയോഗിക്കുന്നുണ്ട്, സൂറത്തുൽ നിസായിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെയൊക്കെ ഒരു സ്ഥലത്ത് പറയുമ്പോൾ ഈ അർത്ഥം പറയും, മറ്റേ സ്ഥലത്ത് വേറൊരു അർത്ഥം പറയും. എന്തിനാണ് അങ്ങനെ അർത്ഥം പറയേണ്ടി വരുന്നത്? ഖുർആന്റെ കാഴ്ചപ്പാട്. പിന്നെ ഖുർആനിൽ അപ്പൊ ഹദീസ് കൊണ്ടുവന്ന ഇതിലൊന്നൊക്കെ പരിഹാരമുണ്ട്. ഹദീസിൽ ഇപ്പൊ ഖുർആനിൽ സ്വത്ത് ചിലപ്പോൾ സ്വത്ത് ബാക്കിയാവുന്നു, ചിലപ്പോൾ തികയാതെ വരുന്നു. ഇതിന് പരിഹാരം എന്താണ്? ഖുർആൻ അല്ല കൃത്യമാണ് ഓഹരിക്രമം എന്ന് പറഞ്ഞിട്ട് പിന്നെ തികയാ വരുമെന്ന ഹദീസിന് അതിന് പരിഹാരം ഉണ്ടോ? ഇല്ലല്ലോ. പണ്ഡിതന്മാരുണ്ടാക്കിയത് ഏമല്ലേ, ഇജ്മാ അല്ലേ ഉള്ളൂ. അപ്പൊ ഖുർആനും ഹദീസാണ് പ്രമാണം എന്ന് പറഞ്ഞിട്ട് ഹദീസിലും ഖുർആനിലും അതില്ല. ഖുർആനിൽ ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങളില്ലേ, അതും പറഞ്ഞിട്ടില്ല. അപ്പോൾ അക്ബർ സാറ് വളരെ തന്ത്രപൂർവ്വം അദ്ദേഹത്തിന്റെ ചോദ്യോത്തരങ്ങളൊക്കെ ശ്രദ്ധിച്ചറിയാം. ചോദ്യകർത്താവിനെ ആദ്യം കൊണ്ട് കൊച്ചാക്കും, എന്നിട്ട് അദ്ദേഹം ഒന്ന് ചിരിക്കും. അപ്പോൾ തന്നെ ചോദ്യകർത്താവ് ഒന്ന് കാറ്റാവും. നല്ല ചോദ്യം ചോദിച്ചാൽ ചോദ്യകർത്താവിന് അക്ബർ ചെയ്യല് ഒന്ന് അദ്ദേഹം പുഞ്ചിരിച്ചിട്ട് ചോദിച്ചാ ഈ അണ്ടകടാഹത്തിന്റെ എല്ലാ അറിവും എനിക്കുണ്ട്, നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ചിരി ചിരിച്ചിട്ടോ അദ്ദേഹം കുറേ അങ്ങ് പറയുക. ചോദ്യം വളരെ നല്ല ചോദ്യമാണെങ്കിൽ ഒരു ഉപചോദ്യത്തിന് സമയം കൊടുക്കൂല. അയാൾ ആ ചോദ്യത്തോട് ഈ ചോദ്യം ഉപചോദ്യം കൊടുത്തില്ലല്ലോ, അതോടുകൂടി ആ പരിപാടി അവസാനിപ്പിക്കുകയാണ്. മറ്റേതാണെങ്കിൽ ഒരു ഉപചോദ്യം കൂടി കൊടുക്കും. ചോദ്യത്തിന് സമയബന്ധിതമാണ്, ഉത്തരത്തിന് സമയബന്ധിതമില്ല. എത്ര വേണമെങ്കിലും ഉത്തരം പറയും, അയാൾ അങ്ങനെ പറയും. അത് ഖുർആനോട് യോജിക്കുന്നുണ്ടോ ഹദീസിനോട് യോജിക്കുന്നില്ല, പറഞ്ഞുകൊണ്ട് ഒപ്പിക്കുക തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ ഓരോ ചോദ്യത്തിനും ശ്രദ്ധിച്ചു നോക്കൊണ്ടു ബോധ്യമാവും. ഖുർആനായിട്ട് യാതൊരു ബന്ധവും അതിനുണ്ടാവില്ല. അദ്ദേഹം വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഉത്തരം നോക്ക്. നമ്മളെ ചോദ്യം എന്താണ്? ഒരു സ്ത്രീ മരിച്ചു, അവകാശികളായി ഭർത്താവും 2 സഹോദരിമാരും. ഒരു സ്ത്രീ മരിച്ചു, അവകാശികളായിട്ടാണ് ഉള്ളത് ഭർത്താവുണ്ട്, 2 സഹോദരിമാരുണ്ട്. 2 സഹോദരിമാർക്ക് എത്ര ഉള്ളത്? സുലുസാനി കൊടുക്കണം, 3/2 കൊടുക്കണം. 6000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 6000ന്റെ 3/2 4000 ഉറുപ്പ്യ സഹോദരിമാർക്ക് കൊടുക്കണം. ഭർത്താവിന് എത്ര കൊടുക്കണം? പകുതിയും കൊടുക്കണം. മക്കളില്ലെങ്കിൽ പകുതി കൊടുക്കണമല്ലോ. 6000 ഉറുപ്പ്യോട് 3000 ഉറുപ്പ്യ ഭർത്താവിന് കൊടുത്താൽ ഇവർക്ക് 4000 കൊടുക്കാൻ തികയില്ല. അവർക്ക് 4000 കൊടുത്താൽ 3000 കൊടുക്കാൻ തികയില്ല. ഇതെന്താ ഇങ്ങനെ വന്നത് ഈ ഓഹരി ക്രമം? ഇതിനെന്താ ഇനി പരിഹാരം? അള്ള പറഞ്ഞ ക്രമമാണല്ലോ. അള്ള പറഞ്ഞു തിൽക ഹുദൂദുല്ലാഹ് ഫളീലതൻ ഫരീദതൻ മിനല്ലാഹ് ഫരീദതൻ മിനല്ലാഹ് യുബയ്യിനു ലക്കും അൻ തദില്ലു എന്നൊക്കെ അള്ള പറഞ്ഞതല്ലേ. ആ അടിസ്ഥാനത്തിൽ ഒരുക്കാൻ കഴിയണ്ടേ? ഒരുക്കാൻ കഴിയണില്ല. അപ്പൊ പിന്നെ ഇതിന്റെ പരിഹാരം എന്താ? മുഹമ്മദ് നബി എന്താ പറഞ്ഞെന്ന് വല്ല ഹദീസും ഉണ്ടോ? മുഹമ്മദ് നബി ഇതിനെ വല്ല പരിഹാരം പറഞ്ഞെന്ന വല്ല ഹദീസും ഉണ്ടോ? ഈ ആയത്ത് വ്യാഖ്യാനിച്ചിട്ട് ഇതൊരു മോഡലാണ്, ഞാൻ വേറെ മോഡൽ പറഞ്ഞുതരാം നബി പറഞ്ഞെന്നോ? എന്നാ ആ മോഡൽ എന്താ നബി പറഞ്ഞെന്ന് പറഞ്ഞരി, ഉണ്ടെങ്കിൽ പറഞ്ഞരി. ഏതാ നബി പറഞ്ഞെന്ന മോഡല്? ഖുർആനെതിരെ അങ്ങനെ അള്ള ഒരു ഓഹരിക്രമം പറഞ്ഞാൽ അത് കൂട്ടാനോ കുറക്കാനോ ചെയ്യാന്നുള്ളത് ഖുർആനെയും അള്ളാഹിനെയും ധിക്കരിക്കുന്ന സമാനമല്ലേ? അത് അള്ളാഹ്ക്ക് അറിയില്ല, നിങ്ങൾ അള്ളാഹിനെ തിരുത്താന്നല്ലേ? അള്ളാഹ്ക്ക് അറിയില്ല ഇതിൽ ഔലി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റദ്ദ് ചെയ്യാൻ പറ്റും അള്ളാഹ്ക്ക് അറിയില്ലേ? അള്ളാഹ്ക്ക് നിങ്ങൾ കണക്ക് പഠിപ്പിച്ചു കൊടുക്കാന്നല്ലേ അതിന്റെ അർത്ഥം? ഞമ്മക്ക് സ്വത്ത് ഞങ്ങളുടെ വാദം എന്താന്ന് വെച്ചാൽ അള്ളാഹു പറഞ്ഞ ഓഹരിക്രമം നിങ്ങൾ തിരുത്തുമ്പോൾ അള്ളാഹിനെ നിങ്ങൾ തിരുത്തുന്നു എന്നുള്ളതാണ്. അല്ലെ അള്ളാഹ് പറഞ്ഞ പോലെ അള്ളാഹ്ക്ക് ഇവിടെ നോക്കൂ, നമ്മളിപ്പോ റേഷൻ കടയിലൊക്കെ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന യൂണിറ്റ് അടിസ്ഥാനത്തിലാണ്. ആർക്കെങ്കിലും തികയാതെയോ ബാക്കിയാവുന്ന പ്രശ്നം വരുന്നുണ്ടോ? അള്ളാഹ് പറഞ്ഞൊരു ഓഹരിക്രമത്തിന്റെ പ്രശ്നമാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഖുർആനും തള്ളിയത്, ഹദീസ് തള്ളിയത്. ഖുർആന് നേരെ ഘടകവിരുദ്ധമായ
ഹദീസുകൾ. നബിനെ കൊച്ചാക്കുന്ന, നബിനെ കളിയാക്കി എന്നാണ്. നബിനെ താറടിക്കുന്ന ഒരു വചനം പോലും ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടില്ല ഇതുവരെ. നബിനെ കുറിച്ച് താറടിച്ചവരൊക്കെ ഇവരെ പോലത്തെ ആളുകളാണ്. ഇവരെന്താണ് നബിനെ പറ്റി പറഞ്ഞത്? നബിന്റെ മകൾക്ക് സ്വത്ത് കൊടുക്കാത്തതിനെ പറ്റി കൃത്യമായ ഹദീസ് ഉണ്ടാക്കിയതാരാ? ഇവരാണ്. നബി ഇത്രയും ഭാര്യമാരുണ്ടായിരിക്കെ വേറൊരു പെണ്ണിന്റെ, വേറൊരു ഭർത്താവിന്റെ ഭാര്യയുടെ, നബിനെ സംബന്ധിച്ച് അന്യ സ്ത്രീയുടെ മടിയിൽ തലവെച്ചു കടന്നുറങ്ങി. ആ പെണ്ണ് നബിയുടെ പേ നോക്കി എന്നത് ബുഖാരിയിൽ 8 സ്ഥലത്തുണ്ട്. അത് ആരുണ്ടാക്കിയതാ? അത് ആരാ പറഞ്ഞത്? നബിനെ താറടിക്കുന്നത് അഹ്ലെ ഹദീസിന്റെ ആൾക്കാരാണ്. നബിക്ക് ഇത്രയും പെണ്ണുങ്ങളുണ്ടാവും. നബിന്റെ ഭാര്യമാരെ തലയിൽ പേ നോക്കി, പിന്നെ പേ നോക്കാൻ വേണ്ടി തലവെച്ചു കൊടുത്തു എന്നല്ല, വേറൊരു ചങ്ങായിന്റെ ഭാര്യയുടെ മടി തലവെച്ചു എന്നല്ലേ ബുഖാരിയിലുള്ളത്? അത് യുക്തിവാദികൾ പറഞ്ഞതാ. യുക്തിവാദികൾ അങ്ങനെ നബിനെ പറ്റിയിട്ട് ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇവര് പോലത്തെ ആളുകൾ എഴുതി വെച്ചതാണത്. നിങ്ങൾ ബുഖാരി മറിച്ചു നോക്ക്, നബിന് എന്തൊക്കെയാ അവരാക്കിയിട്ടുള്ളത് എന്നുള്ളത്. ബുഖാരി മുസ്ലിമും മാത്രം, ഖുർആൻ കഴിഞ്ഞ 2ാം സ്ഥാനം ബുഖാരിക്കല്ലേ? ബുഖാരി മറിച്ചു നോക്കി. ഞാൻ അങ്ങനെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിയെ ഒരു കൂട്ടം ആളുകൾ പ്രവാചകനായി നബിയായിട്ട് ബഹുമാനിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അലീം അല്ലെ മഹാനായ എന്നുള്ള പ്രയോഗത്തിന് ഒരു മനുഷ്യനെയും കാണേണ്ടതില്ല. ഏതൊരു മനുഷ്യനാണെങ്കിലും ഏതൊരു പുസ്തകമാണെങ്കിലും അയാളിൽ നന്മയും തിന്മയും ഉണ്ടാകും. ഏതൊരു പുസ്തകത്തിലാണെങ്കിലും നന്മയും തിന്മയും ഉണ്ടാകും. നന്മ നാം സ്വീകരിക്കുന്നു, തിന്മ വർജിക്കുന്നു. അവിടെ ബഹുമാനിച്ചുകൊണ്ടൊരു പുസ്തകം വായിക്കേണ്ടതില്ല, ബഹുമാനിച്ച ഒരാളെ ജീവിതം പഠിക്കേണ്ടതില്ല. നന്മ അത് ഇവിടുത്തെ പ്രവാചകനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. പിന്നെ വസ്തുതകളെ വിമർശന ബുദ്ധിയാ വായിക്കുന്നു, വിലയിരുത്തുന്നു, പഠിക്കുന്നു. അതെന്താ അങ്ങനെ? ഇപ്പൊ മുഹമ്മദ് നബി തന്നെ മറ്റുള്ള മതവിഭാഗക്കാരെ വിമർശിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി കടന്നു വന്നിട്ടുള്ളത്. മറ്റു മതവിഭാഗങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടുമാണ് വന്നിട്ടുള്ളത്. ഖുർആൻ വായിച്ചാൽ കിട്ടുമല്ലോ ഇപ്പൊ നമുക്കത്. അവര് മുഹമ്മദ് നബിനോട് കാണിച്ച സഹിഷ്ണുത അവര് നമ്മളോടും കാണിച്ചാൽ മതി. മുഹമ്മദ് നബിനെ അവർ അന്ന് ഉന്മൂലനം ചെയ്തിരുന്നെങ്കിൽ ഇസ്ലാം മതം ഉണ്ടാകുമോ? അപ്പൊ മുഹമ്മദ് നബിനോട് ആ സമൂഹങ്ങൾ ചെയ്തത്, ആ മതവിഭാഗങ്ങൾ ചെയ്തത് എത്രത്തോളം വിശാലമായ കാഴ്ചപ്പാടാണോ ആ കാഴ്ചപ്പാടെ നമ്മൾ മുസ്ലിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മൾ അന്നും ഇന്നും ഖുർആനിനോടുള്ള സമീപനം, ഞാൻ ഖുർആൻ എന്നെന്നും ഖുർആൻ വായിക്കുന്ന ഒരാളും പഠിക്കുന്ന ഒരാളുമാണ്, സത്യം അന്വേഷിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ സത്യം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അറിവിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കുന്നത്, അന്വേഷിക്കുകയാണ്. ഇത് ഖുർആൻ ഒരു തെറ്റും കുറ്റമല്ല എന്ന് ആദ്യമേ ഞാൻ ഉറച്ചു വിശ്വസിച്ചാൽ പിന്നെ ഇതിൽ പഠിക്കാൻ കഴിയില്ല. ഏത് പുസ്തകമായാലും വിശ്വാസങ്ങൾക്ക് അപ്പുറത്തുള്ള ജ്ഞാനമാർഗമാണ് സ്വീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അക്ബറിന്റെ എല്ലാ ചോദ്യോത്തര സെഷനും, അതായത് എല്ലാ പുസ്തകങ്ങളും ഇതുപോലെയാണ്. ഇതുപോലെ വസ്തുതകളെ അപഗ്രഥിക്കുന്നതിന് പകരം എതിർകക്ഷിയെ കൊച്ചാക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും പിന്നെ പുസ്തകങ്ങളെയും സലഫി പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട്. അബു ത്വാരിഖ് അസുബൈർ ബിൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ യൂട്യൂബിൽ കാണാം. അദ്ദേഹം എം അക്ബറിന്റെ പുസ്തകങ്ങൾ ഇസ്ലാമുമായി അല്ലെങ്കിൽ മൻഹജു സലഫുമായി, സലഫിയത്തും മൻഹജു സലഫുമായി ചേർന്ന് പോകുന്നില്ല. അയാൾ ഖുർആനിനെ അയാളുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാനിക്കുകയാണ്. ഖുർആൻ ഒരു മൻഹജു സലഫുണ്ട്, അതനുസരിച്ച് വ്യാഖ്യാനിക്കുന്നില്ല എന്ന് പറയുന്നത് ആരാണ്? മുജാഹിദ് പണ്ഡിതന്മാരാണ്. എം അക്ബറിനെ വിമർശിക്കുന്ന അയാള് ഭാരതീയ ദർശനങ്ങളൊക്കെ ഖുർആനിലേക്ക് കുത്തിക്കയറ്റുമ്പോൾ അത് അബദ്ധമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ധാരാളമുണ്ട്. നമുക്കതായാലും ഇതുപോലെ എം അക്ബറിനെ പോലുള്ള പണ്ഡിതന്മാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയായിരിക്കാം ഇതൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ സാധാരണക്കാരനെ വഞ്ചിക്കുകയാണ് എന്നൊറ്റ വാക്കേ ഇതിൽ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. എം എം അക്ബർ പള്ളി ദർസില്, എം എം അക്ബർ ഇസ്ലാം അല്ല, എം എം അക്ബർ പള്ളി ദർസ് എന്ന് പറയുമ്പോൾ ഇന്ന് പള്ളി ദർസുകൾ എം എം അക്ബർ പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, അറബിക് കോളേജുകളിലാണ് അധിക സലഫി പണ്ഡിതന്മാർ പഠിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ജാമിയ സലഫിയുണ്ട്, കുളിക്കലുണ്ട്, പിന്നെ പല സ്ഥലത്തും പിന്നെ അറബിക് കോളേജുകളുണ്ട്.
ആദ്യകാല പിന്നെ അല്ലെങ്കിൽ ഇടക്കാലത്ത് മുസ്ലിം പണ്ഡിതന്മാർ തന്നെയാണ് അറബിക് കോളേജ്, മുജാഹിദ് പണ്ഡിതന്മാർ അറബിക് കോളേജ് സ്ഥാപിച്ചൊക്കെ ചെയ്ത് അവർ തന്നെയാണ്. അറബിക് കോളേജിൽ എന്താന്ന് വെച്ചാൽ പിന്നീട് ജോലി നേടാൻ വേണ്ടിയിട്ട്, ഇവിടെ സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു കോഴ്സായി മാറിയത്. അതോടുകൂടി ഇതിന്റെ യഥാർത്ഥ സത്തയിൽ നിന്ന് അവർ വെറും ജോലിയുടെ ആവശ്യം മാത്രം പഠിച്ചപ്പോൾ ഇതിന്റെ തനിമ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എത്രയോ നല്ല എല്ലാവരും ഇല്ലാന്നല്ല, ചില അറബി കോളേജിൽ പഠിച്ച ആളുകൾക്ക് കൂലിപ്പണിക്കുള്ള നമ്മളത്രയും കൂടി വിവരമില്ലാന്ന് തോന്നിപ്പോകും. കൂലിപ്പണിക്ക് പോകണം എൻ്റെ അത്രയും കൂടി അറബി കോളേജിൽ പോയി സലഫിയായിട്ടും മദനിയായിട്ടും വരുന്ന ആളുകൾക്ക് നമ്മൾ അത്രയും പോലും ഖുർആനിന്റെയോ ഹദീസിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഒക്കെ അർത്ഥമോ വ്യാഖ്യാനമോ അറിയണില്ല എന്ന് തോന്നിപ്പോണ്ട്. അപ്പൊ അറബി കോളേജിന്റെ ഗുണാണോ ദോഷാണോ അത്? എന്നാൽ ചില ആൾക്കാർ സ്വന്തമായി പഠിച്ച് നല്ല വല്ല പണ്ഡിതന്മാരും ആ കൂട്ടത്തിലുണ്ട്, അറബി കോളേജിൽ പോയ പണ്ഡിതന്മാരുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ കുറെ ആളുകൾ ഇങ്ങനത്തോരും ഉണ്ട് അതിനകത്ത്. അത് അറബി കോളേജിന്റെ ദർസ്, പള്ളി ദർസിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എത്രയോ ചില ആൾക്കാർ ഇപ്പോൾ പള്ളി ദർസിൽ പഠിക്കുമ്പോൾ എന്താന്ന് വെച്ചാല് ഇവരിപ്പോ കോളേജിൽ പഠിക്കണ മാതിരിയല്ല, അത് കൃത്യമായി അവര് പിന്നെ ഓരോ വാക്കുകളും ഹല്ല് ചെയ്ത് പിരിച്ച് അത് എവിടുന്നുണ്ടായി, എങ്ങനെയുണ്ടായി, അതിനെ കൃത്യമായ ഉത്ഭവം കണ്ടെത്തി വസ്തുനിഷ്ഠമായി പഠിക്കുന്നുണ്ട് പള്ളി ദർസിൽ. അങ്ങനെ ഒരു സിലബസ് ഒന്നുമില്ല, ഇന്ന സമയത്ത് ഇന്ന പുസ്തകം തീർക്കണം എന്നൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അത് സൂക്ഷ്മമായൊരു പഠനം ഉണ്ട് അതിനകത്ത്. അറബി വ്യാകരണത്തിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഖുർആനിൽ എത്രയോ ആളുകൾ. ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഖുർആൻ ഇന്ന് അള്ളാന്റേതാക്കണത് മുഹമ്മദ് നബി അല്ല, ഇന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അള്ളാന്റെ ആക്കണതാണ്. സത്യത്തിൽ ഖുർആൻ വായിച്ചാൽ അറിയാം ഇത് എന്തൊരു പുസ്തകമാണെന്ന് തോന്നിപ്പോവും. ഇത് അള്ളാന്റേതാക്കണതേ പള്ളി ദർസിൽ പഠിച്ച പണ്ഡിതന്മാര് അവിടെ ഇവിടെ അർത്ഥം പറഞ്ഞും മാറ്റിയും വെറിച്ചും തെരിച്ചും വെച്ചുകൊണ്ടാണ്. അറബി കോളേജിൽ പഠിച്ചവര് മാത്രമാണെങ്കിൽ ഇത് എന്നോ വലിച്ചെറിഞ്ഞാനേ. ഇത് എടുത്തു നോക്കുമ്പോ ഓരോ സ്ഥലത്തും ഖുർആൻ ഇപ്പൊ നോക്കുക. ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. പള്ളി ദർസ് പിന്നെ ഒരു വ്യാഖ്യാനികൾ മരിച്ചവരെ ജീവിപ്പിക്കുന്നതിന് തെളിവുണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കാൻ എന്താ തെളിവ്? ഇബ്രാഹിം നബിനോട് പറയാം. ഇബ്രാഹിം നബിക്ക് ഒരു നമ്മളമാര് ഒരു സംശയ രോഗിയായിരുന്നു ഇബ്രാഹിം നബി, ഇന്ന് ഖുർആൻ വായിച്ചാൽ കിട്ടും. അപ്പൊ അയാൾ ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞ് 4 പക്ഷിയെ പിടിക്ക്. 4 പക്ഷിയെ പിടിച്ചാൽ എന്നിട്ട് അതിനെ അറുത്തിട്ട് 4 മലമ കൊണ്ടേക്കാൻ പറയാണ്. 4 മലമ ആ പക്ഷികൾ കൊണ്ടുവച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കാൻ പറയുമ്പോൾ വന്നു എന്നാണ്. ഇബ്രാഹിം നബിക്ക് സംശയം ഉണ്ടെങ്കിൽ പക്ഷിനെ മുന്നും തന്നെ ഒരു പക്ഷി പറയുന്നില്ല, 4 പക്ഷി ഒരു കാക്കനെ പിടിച്ചിട്ട് ഇവിടുന്ന് തന്നെ പിന്നെ കൊന്നിട്ട് അപ്പൊ തന്നെ ജീവിപ്പിച്ചാ പോരെ? എന്തിനാ ഈ 4 മല തെരഞ്ഞെടുത്തത്? എന്തിനാ 4 പക്ഷികളെ തെരഞ്ഞെടുത്തത്? എനിക്ക് സംശയം എന്താണ്, മരിച്ചവരെങ്ങനെ ജീവിപ്പിക്കും? എന്റെ മുന്നേ ഒരു കുതിരനെ മരിപ്പിച്ച് എന്നിട്ട് അതിനാണ് ജീവൻ കൊടുത്താൽ പോരെ? എനിക്ക് ബോധ്യാവൂലേ? ഇതെന്താണ്? 4 പക്ഷികളെ പിടിക്കാൻ പറഞ്ഞതിന്റെ രഹസ്യം എന്താണ്? 4 മലമ കൊണ്ടേക്കാൻ പറഞ്ഞതിന്റെ രഹസ്യം എന്താണ്? ഞാൻ മലമ അത്രയും ദൂരം മല പറയുന്നത് ഞാൻ അറുത്ത് കൊണ്ടുപോയി വെച്ച പക്ഷി തന്നെയാണോ ഈ വരുന്നത്? എന്താ എനിക്ക് ഇത്ര വലിയ ഉറപ്പ്? അതുകൊണ്ട് ചില ആൾക്കാർ പറഞ്ഞു 4 പക്ഷികളെ അർത്ഥതല്ല, 4 പക്ഷികളെ ഇണക്കിയതാണെന്ന്. ബൈലാവിയെ പോലുള്ള ലസുർഹുന്ന, അവിടെ ഇലയിക്ക എന്നൊരു വാക്കുണ്ട്. അപ്പൊ 4 പക്ഷികളെ ഇണക്കി എന്നാണ് അർത്ഥം പറഞ്ഞു, ഇലയിക്കുള്ളതുകൊണ്ട്. അപ്പൊ ഇണക്കാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ മരിച്ചതിന് തെളിവാകുക? ഇപ്പൊ നിങ്ങളൊരു പ്രാവിനെ പോറ്റിട്ട് ഇങ്ങോട്ട് പിടിച്ചപ്പോ വന്നു, അതെങ്ങനെയാ മരിച്ചതിന് തെളിവാകുക? വേറെ ആൾക്കാർ പറഞ്ഞു അല്ല, അത് മരിപ്പിച്ചതിനെ. അതിനപ്പോ ജുസ് എന്നൊരു അർത്ഥം അവിടെ ഉണ്ട്. ആ ജുസ് എന്നുള്ളൊരു വാക്കുള്ളതുകൊണ്ട് അർക്കൽ എന്ന് തന്നെ അർത്ഥം പറഞ്ഞു. എങ്ങനെ പറഞ്ഞാലും അതുകൊണ്ട് കൊയങ്ങാണ്. പണ്ഡിതന്മാരങ്ങോട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ടോ അള്ളാന്റെ തക്കാണ്. വേറൊരാൾ സംശയിച്ച് പഠിച്ചവനെ മരിച്ചവരെ ജീവിപ്പിക്കുമോ? അതിന് അയാളെ തന്നെ 100 കൊല്ലാണ്ട് മരിപ്പിക്കുകയാണ്. ചോദിച്ച ആളെ എനിക്കാണ് സംശയം. ഇന്നോ മരിപ്പിച്ചിട്ട് ഞാൻ കുറച്ചു നേരം ഞാൻ ഉറങ്ങിച്ച് വരുമ്പോലെ എനിക്ക് തോന്നുന്നത്. എന്താണ് പിന്നെ സൂറത്ത് യാസീനിൽ തന്നെ പറയണ്ടല്ലോ, പിന്നെ ഒരു ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോലെ അവർക്ക് തോന്നുന്നത്. അപ്പോ വേറൊരാൾക്ക് സംശയം പോലെ 300 കൊല്ലം ഉറക്കി കിടത്താണ്. എനിക്കൊരു സംശയമുണ്ട്, എൻ്റെ മുന്നിൽ തന്നെ എൻ്റെ വീട്ടിലുള്ള ഒരു പശുവിനെയോ കോയിനെയോ ആയിട്ട് മരിപ്പിക്കുക, എന്നിട്ട് അപ്പം തന്നെ ജീവൻ കൊടുക്കുക. അങ്ങനത്തെ ഒരൊറ്റ തെളിവും ഖുർആനിലില്ലല്ലോ. മരണാന്തരം ഖുർആനിൽ വായിച്ച എന്നിട്ട് പണ്ഡിതന്മാർ ഓരോ വാക്കെടുത്തിട്ടല്ല സുർഹൊന്ന എന്ന അർത്ഥമുണ്ട്, ഇണക്കിന്നുണ്ട്. ഇവിടെ ഇലയിക്ക എന്നുള്ളതുകൊണ്ട് ഇണക്കി എന്നാണ് അർത്ഥം പറയേണ്ടത്. ബൈലാവി ജുസ് എന്നൊരു വാക്കുള്ളതുകൊണ്ട് അർത്ഥം എന്ന് അർത്ഥം പറഞ്ഞു. എങ്ങനെ പറഞ്ഞാലും ഇത് അള്ളാന്റെ വചനമല്ല എന്നപ്പ കിട്ടുമല്ലോ, ഏതർത്ഥം പറഞ്ഞാലും. അക്ബർ പള്ളി ദർസ് പഠിച്ചാത്തോണ്ട് ഇതിന്റെ ഈ മറ്റേ വ്യാഖ്യാനമൊന്നും കിട്ടണില്ല. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ബൈബിളും പിന്നെ മറ്റു വേദങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഇസ്ലാം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അപ്പോ ഇത്രയേ തന്നെ ഉള്ളൂ.